ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒന്ന് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീഡിയോയുമായിട്ട് വരുന്നത്. നല്ല തിരക്കിലായിരുന്നു, കുറേ യാത്രകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നതുകൊണ്ട് 2 ദിവസം ലൈവോ എപ്പിസോഡോ ഒന്നും കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടത്തെ ആ എപ്പിസോഡിനെ കുറിച്ച് പൊതുവായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം സമയം പോലെ നമ്മൾ ഓരോരോ ടോപ്പിക്കുകളിലേക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത, എനിക്ക് തോന്നുന്നില്ല ഈ എപ്പിസോഡ് കാര്യമായിട്ട് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിന്റെ കാരണം പ്രധാനമായും ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടന്റെ മുഖം തുടക്കം മുതൽ അവസാനം വരെ വല്ലാത്തൊരു മ്ലാനതയോടുകൂടി ഇരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് കൈകാര്യം ചെയ്യാൻ ലാലേട്ടൻ വരുന്നത് എന്നായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. കാരണം ആ വീട്ടിൽ അത്രമാത്രം പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നടന്ന വീക്ക്ലി ടാസ്ക്, ആ ടാസ്കിനിടയിൽ നടന്ന പ്രശ്നങ്ങൾ, അനുമോളും നെവിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ വിഷയങ്ങൾ മിക്കവാറും ഒക്കെ ഇന്ന് ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല ലാലേട്ടൻ അതിനെ കൈകാര്യം ചെയ്തത്. എന്തുകൊണ്ടാണ് ഒരു തണുപ്പൻ സമീപനം നടത്തിയത്? ഗുരുതരമായ പല തെറ്റുകളും ചെയ്ത ആൾക്കാരെ കണ്ണടച്ചങ്ങ് വിടുന്ന രീതിയിലാണ് പലതും കണ്ടത്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അക്ബറേയും ആര്യനെയും, പ്രത്യേകിച്ച് അക്ബറിനെ ലാലേട്ടൻ നല്ല ഒന്നാന്തരമായിട്ട് വൈറ്റ് വാഷ് ചെയ്തു വെളുപ്പിച്ചു വിട്ടിട്ടുണ്ട് എന്നാണ്. അതായത് ചില ആൾക്കാർക്കൊക്കെ വളരെ കോൺഫിഡൻസോടുകൂടി വരുന്ന ആഴ്ചയിൽ മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണമുള്ള ആത്മവിശ്വാസം ലാലേട്ടന്റെ വാക്കുകളിൽ കൂടിയും പ്രകടനങ്ങളിൽ കൂടിയും നടന്നിട്ടുണ്ട്. അവരിൽ പലരും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അവർ കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളെയും ഇന്ന് ലാലേട്ടൻ പ്രത്യേകമായി എടുത്തു പറയുകയും നല്ല ഒന്നാന്തരമായിട്ട് റോസ്റ്റ് ചെയ്ത് എയറിൽ വിടുകയും ഒക്കെ ചെയ്യുമെന്ന് അത്രമാത്രം ഉണ്ടായിരുന്നല്ലോ പലരുടെയും സംസാരങ്ങളും പ്രവർത്തികളും ഒക്കെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇന്ന് ഒരുമാതിരി എയറിൽ പോയ ഒരാൾ അനുമോള് തന്നെയാണ്. അത് പിന്നെ എല്ലാ ആഴ്ചയിലും അങ്ങനെ തന്നെയാണ്, സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അനുമോള് പല ആൾക്കാരെ കുറിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളൊന്നും ചർച്ചയ്ക്കെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, അനുമോൾക്കെതിരായി നിന്ന വ്യക്തികൾക്കൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നല്ല കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിൽ ലാലേട്ടൻ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക കൂടി ചെയ്തു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്? ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഇതൊക്കെ തന്നെ ഉള്ളൂ. ഒരു ക്വാളിറ്റിയുള്ള ഗെയിമർ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുവാൻ പറ്റിയ ഒരു നല്ല കണ്ടസ്റ്റന്റ് അതിനകത്തില്ല. നെവിനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നല്ലൊരു എന്റർടൈനർ ആണെന്നൊക്കെ. തുടക്കത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ അവസാന സമയം വന്നപ്പോഴേക്കും നെവിനൊക്കെ വേറെ ലെവലായിട്ടങ്ങ് മാറുകയാണ്. അപ്പോൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും നിരാശപ്പെടുത്തേണ്ടി വരും. എല്ലാ എണ്ണത്തെയും നല്ല ഒന്നാന്തരമായിട്ട് എയറിൽ വിടേണ്ടി വരും, ഫ്രൈ ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ ഇനിയും 2-3 ആഴ്ച കൂടി മാത്രമല്ലേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് നെഗറ്റീവ് ആക്കണ്ട എന്ന് കണ്ടിട്ടായിരിക്കാം അധികമൊന്നും ലാലേട്ടൻ സംസാരിക്കാൻ പോകാതിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നെവിന്റെയും ആര്യന്റെയും ഒക്കെ പ്രകടനങ്ങൾ, അവിടെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് നടത്തിയ ചില ഷോകൾ, ഇതിനൊക്കെ വളരെ കൃത്യമായിട്ട് ലാലേട്ടൻ മറുപടി പറഞ്ഞിട്ടേ പോകാറുള്ളൂ. പ്രത്യേകിച്ച് അവിടെ ഒരു കോടതി ടാസ്കിന്റെ ഒരു മിനിയേച്ചറുമായിട്ട് ലാലേട്ടൻ വന്നല്ലോ. അവിടെ നെവിൻ എന്തൊക്കെയാണ് വക്കീലിന്റെ മുഖത്ത് നോക്കി പറയുന്നത്? ഏതെങ്കിലും കോടതികളിൽ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യമാണോ എന്ന് പോലും നെവിനോട് ചോദിക്കാൻ ലാലേട്ടൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരു പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്ന ഒരു പ്രതി ഏതെങ്കിലും ഒരു വക്കീലിനെ ഇത്തരത്തിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ടോ? ചുമ്മാതെ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഫണ്ണാണെന്നുള്ള രീതിയിൽ. അതൊരു കോടതി ടാസ്ക് പോലെയാണ് വരുന്നത്. അവിടെ പോലും ലാലേട്ടൻ മൗനമായി നിന്നു. എനിക്ക് തോന്നുന്നത് എല്ലാം കാണുന്ന പ്രേക്ഷകർ അവർ തന്നെ ഓഡിറ്റ് ചെയ്യട്ടെ എന്ന് വെച്ച് പ്രേക്ഷകരുടെ കയ്യിലേക്ക് തന്നെ വിട്ടുകൊടുത്തതാണ് എന്നാണ്. ഏറെ ചർച്ച ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചൊരു വിഷയമായിരുന്നു ബസ്സിനകത്തെ സംഭവം. അതായത് അനുമോൾ പറഞ്ഞ ഒരു ടോപ്പിക്ക്, അനുമോളുടെ മുകളിലേക്ക് അക്ബർ കിടന്നു എന്നുള്ളതും അനുമോളുടെ മൂക്കിന്റെ പാലം തല്ലി ഒടിച്ചു എന്ന് പറയുന്ന സംഭവമൊക്കെ, അതൊന്നും തന്നെ ചർച്ച ചെയ്യാൻ എടുത്തില്ല എന്നുള്ളത് അമ്പരപ്പുളവാക്കിയ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് ചർച്ച ചെയ്യാതിരുന്നത് തന്നെ ഏറ്റവും നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ചർച്ചയ്ക്കെടുത്തിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ആ ബസ്സിനകത്ത് ജാക്കി വെക്കുന്ന ആ ഒരു സംഭവം, അത് ചർച്ചയ്ക്കെടുത്തിരുന്നെങ്കിൽ അത് കൂടുതൽ അനുമോൾക്ക് പരിക്കു പറ്റാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ആ വിഷയം എടുക്കാതിരുന്നത് കൊണ്ട് അനുവിന് തന്നെയാണ് നേട്ടമുണ്ടായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചൊരു നിലവാരത്തിലേക്ക് ഇന്നത്തെ എപ്പിസോഡ് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. പിന്നെ പലരുടെയും ഫാൻസ് അസോസിയേഷൻ, അനുമോളുടെ ഫാൻസിനും അനീഷിന്റെ ഫാൻസിനും ഇന്നത്തെ എപ്പിസോഡിൽ കൂടി സന്തോഷിക്കുവാനുള്ള വകയൊന്നും കിട്ടിയില്ല, സങ്കടപ്പെടുവാനുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് ഇന്ന് അനീഷിനെ അക്ബർ തുറന്നു കാണിച്ച ഒരു ദിവസം കൂടിയായിരുന്നു. ലാലേട്ടൻ അനീഷിനെ തുറന്നു കാണിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള ഒരു വഴിമരുന്ന് മാത്രമേ ഇട്ടുകൊടുത്തുള്ളൂ. എന്നിട്ട് ലാലേട്ടൻ തിരിഞ്ഞങ്ങ് പോയി. ആ പോയ നിമിഷം കൊണ്ട് അനീഷ് മാക്സിമം അക്ബറിന്റെ മേൽ കുതിര കയറി.
അക്ബർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നട്ടാൽ കുരുക്കാത്ത നുണകൾ മാത്രമാണ്. പരമാർത്ഥം പറയുക, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഭോഷ്ക് മാത്രമാണ് പറയുന്നതെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. ആ സമയത്ത് അനീഷിനോട് അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ വന്നു കയറിയ സമയത്ത് ആദ്യം ഗുഡ് മോർണിംഗ് ആയിരുന്നു പറയുന്നത്, പിന്നെ നിങ്ങളത് മാറ്റി പിടിച്ചതാണ്. അപ്പോഴും അയാൾ എതിർക്കുകയാണ്, ഇങ്ങനെ നിങ്ങൾ പച്ചക്കള്ളം പറയരുത്. പക്ഷെ ലാലേട്ടന്റെ മുമ്പിൽ വന്നപ്പോഴേക്ക് ഒറ്റ നിമിഷം കൊണ്ട് അനീഷ് മറുകണ്ഠം ചാടിക്കളഞ്ഞു. എന്തൊരു ചാട്ടമാണ് ആ ചാടിയത്, ഞാൻ ഓർക്കുന്നില്ല. 10-70 ദിവസങ്ങളായില്ല ഇവിടെ വന്നിട്ട്, അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഓർക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അനീഷ് അത് പറയുന്ന സമയത്ത് ഇന്നസെന്റ് ഏട്ടനെയാണ് ഓർമ്മ വന്നത്. ആ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല എന്ന് ഇന്നസെന്റ് സിനിമയിൽ പറഞ്ഞ ആ കോമഡി ഡയലോഗാണ്. അതെ, അങ്ങനെ പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ അങ്ങനെ ഗുഡ് മോർണിംഗ് ഒന്നും ഇവിടെ വന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ലാലേട്ടൻ പെട്ടെന്ന് ആ പഴയ ഗുഡ് മോർണിംഗുകൾ ഓരോന്നോരോന്നായി അട്ടിയടിക്കി അവിടെ വെച്ചേക്കാം. ആ ഭയം കൊണ്ട് അവസാനം സമ്മതിക്കേണ്ടി വന്നതാണ്. അപ്പൊ ഇവിടെ ലാലേട്ടനായിട്ട് ബിഗ് ബോസ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അക്ബറാണ് അനീഷിനെ തുറന്ന് കാട്ടിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു പൊതുവായിട്ട് പറയാനുള്ള കാര്യം. ഇനി ചില വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.